എൻ്റെ പേര് രാജേന്ദ്ര ബാബു. എനിക്കാണെങ്കിൽ നടുവിനാണെങ്കിൽ വേദനയായിട്ട് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി. നീ നടക്കാനൊന്നും വയ്യായിരുന്നു, വളരെ ഇതായിരുന്നു. അന്നേരമാണ് അവിടെ ആണെങ്കിൽ നട്ടലിന് പിന്നെ TB ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിനാണെങ്കിൽ ഒരു മരുന്ന് തന്നു. മരുന്ന് പറഞ്ഞ ഗുളിക 5 ഗുളിക വീതം രാവിലെ കഴിക്കാൻ. അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും പിന്നെ ഈ കാഴ്ച മങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ മരുന്ന് നിർത്താമെന്ന് പറഞ്ഞപ്പോൾ നിർത്താനൊക്കത്തില്ലെന്ന് പറഞ്ഞ് ആ മരുന്ന് പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കൂടുതലായിട്ട് പിന്നെ കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ പറഞ്ഞ കാഴ്ച പോയത് ഇനിയും കിട്ടത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റിടത്ത് ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഈ കോഴഞ്ചേരി ആശുപത്രിയിൽ പോയി പറഞ്ഞു, എന്നാൽ ഇനി ആ മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു. അതിന് പകരം വേറെ മരുന്ന് തന്നു. അത് ഇരുന്നപ്പോഴാണ് ഈ ആശുപത്രിയെ പറ്റി ഞാൻ അറിഞ്ഞു. സുദർശന തിരുവല്ലയിലെ ആയുർവേദ ആശുപത്രിയാണ്. അവിടെ വന്ന് ഞാൻ ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒരാഴ്ച ട്രീറ്റ്മെൻ്റ് എടുത്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് വ്യത്യാസം ഉണ്ടായി. ചെറിയ അക്ഷരങ്ങൾ പത്രത്തിൻ്റെ അക്ഷരം ചെറുതായിട്ട് വായിക്കാവുന്ന ഒരു രീതി വന്നു. അത് പിന്നെ 5-8 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ അക്ഷരങ്ങളെല്ലാം കണ്ണാടിയും വെച്ചിട്ട് ചെറിയ അക്ഷരമൊക്കെ വളരെ വ്യക്തമായിട്ട് വായിക്കാനുള്ള ഇതായി. ചെറിയ അക്ഷരങ്ങളൊന്നും വായിക്കാൻ ഒക്കത്തില്ലായിരുന്നു. അത് പിന്നെ ഇമ്പ്രൂവ് ആയി വന്നു. ഇപ്പം നേരത്തെ എനിക്കാണെങ്കിൽ പിന്നെ തീരെ വായിക്കാൻ ഒക്കുകയില്ലായിരുന്നു. അത് ഞാൻ ചെറിയ ഇമ്പ്രൂവ് ആയി. ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ 6 വരി വരെ വായിക്കാമെന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു. വളരെ വ്യത്യാസമുണ്ട്. പോയ കാഴ്ച ഇനി കിട്ടത്തില്ല എന്നാണ് എന്നോട് അവിടെ അലോപ്പതി ചികിത്സ നടത്തിയെടുത്തുനിന്ന് പറഞ്ഞു വിട്ട. അവർ ഒരു തഴഞ്ഞ രീതിയിലായിരുന്നു പറഞ്ഞു. അത് അന്നേരമാണ് എനിക്ക് ഇവിടുത്തെ സുദർശന ആശുപത്രിയെ പറ്റി എന്നോടൊരാൾ പറഞ്ഞു, അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞ പ്രകാരം ഞാനാണെങ്കിൽ വന്ന് ഡോക്ടറെ കണ്ടു. വന്ന് 2-ാമത്തെ ദിവസം തൊട്ടേ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ ചെറിയ അക്ഷരമൊക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഇപ്പോൾ വളരെ വളരെ വ്യത്യാസം വന്നു. അതെ, ഇവിടെ ആശുപത്രിയിൽ എല്ലാവരുടെ നല്ല പെരുമാറ്റവും നല്ല രീതിയാണ്. അത് തന്നെ നമ്മുടെ ഒരു അസുഖം കുറയ്ക്കാൻ കാരണമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. വളരെ നല്ല ഇടപെടലും വളരെ നല്ല രീതി. എല്ലാവർക്കും നന്ദി.